Hey all, Assalamu alaikum and welcome back to yet another brand new episode of Being You. So ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ how to pack an order എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അല്ലെങ്കിൽ how I usually pack my orders എന്നുള്ള വീഡിയോ ആണ് കുറച്ചും കൂടി സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഏതായാലും കുറച്ച് അർജന്റ് ഡിസ്പാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പോകുന്നതിന് മുന്നേ എന്തായാലും സാധനങ്ങൾ പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ പോലെ ചെയ്താൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു ബോത്ത് യു ആൻഡ് മീ. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ കുറച്ച് കുട്ടികൾ എൻ്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് പാക്കിംഗ് വീഡിയോ ചെയ്യുമോയെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ വി മേഡ് ഇറ്റ് ക്വിക്ക്. അപ്പൊ അങ്ങനെയാണ്. ഞാൻ എന്തായാലും അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് പാക്കിംഗ് ഉള്ളത് 3 ഗ്ലാസ് ഫ്രെയിംസ് ആണ് കേട്ടോ. 3 ഗ്ലാസ് ഫ്രെയിംസ്, 1 ഫോർ സിംഗപ്പൂർ, ഒന്ന് സിംഗപ്പൂരിലേക്കാണ്, ആൻഡ് ദ അതർ 1 ഇസ് ഫോർ കോയമ്പത്തൂർ, പിന്നെ ഒന്ന് കോട്ടയത്തോട്ടുള്ള ഗ്ലാസ് ഫ്രെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ 3 ഗ്ലാസ് ഫ്രെയിംസ് ആണ് നമുക്കിന്ന് സഡൻ ഡിസ്പാച്ച് ഉള്ളത്. ഇതെങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്? അതും ഗ്ലാസ് ആണ്. അപ്പൊ നമ്മൾ നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്യണം. അത്രയും സേഫ്റ്റി എൻഷുർ ചെയ്തിട്ട് തന്നെ പാക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കൊറിയറിന്റെ കാര്യം അറിയാലോ, ഒന്നിന്റെ മേലെ ചിലപ്പം വെയിറ്റ് ഉള്ളത് വരും, അങ്ങനെയൊക്കെയുള്ള കേസസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊന്നും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. സോ നമ്മളെപ്പോഴും നമ്മുടെ പാക്കേജസ് ക്ലീൻ ആൻഡ് ക്ലിയർ ആൻഡ് സേഫ് ആയിട്ട് പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ഞാൻ നോക്കാറുണ്ട്. സോ വി ഇൻട്രൊഡ്യൂസ്ഡ് ആ പ്രീമിയം പാക്കേജിങ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രീമിയം പാക്കേജിങ് ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്, എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോ. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ്. പിന്നെ പോരാത്തതിന് ഈ ക്രാഫ്റ്റ് ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ ആ ഒരു വീഡിയോ ചെയ്യാം. ആൻഡ് നൗ വി ഗോണ പാക്ക് ദിസ്. നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കിതിന് കാർഡ്ബോർഡ് വേണം. അതായത് നമ്മൾ അയക്കുന്ന ബോക്സ് നല്ല കട്ടിയുള്ളതും നല്ലൊരു വൃത്തിയുള്ളതും ആയിരിക്കണം. സോ ഐ ജനറലി യൂസ് ദിസ് കൈൻഡ് ഓഫ് കാർഡ്ബോർഡ്സ്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഗ്ലാസ് ഫ്രെയിംസ് യൂഷ്വലി 8x8 ഇഞ്ചസിൻ്റെ ഗ്ലാസ് ഫ്രെയിം ആണ്. ഇപ്പം ഞാൻ കസ്റ്റമൈസ് ചെയ്തത് 10x10 ഇഞ്ചസ്, അതായത് 10x10x2 ഇഞ്ചസിൻ്റെ ബോക്സ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള പിങ്ക് ബോക്സസ് ദാറ്റ് എക്സാക്ട്ലി മാച്ചസ് മൈ ലോഗോ. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ബോക്സ് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് എവിടുന്നാണ് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇത് മാത്രമല്ല, ഡിഫറെന്റ് സൈസസിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, 10 പീസസ് ആണ് മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ യാ, അപ്പൊ ഇതിലാണ് നമ്മൾ നമ്മുടെ 3 ഗ്ലാസ് ഫ്രെയിംസും പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം. ഓക്കെ, ഓൾസോ നമ്മൾ എപ്പോഴും നമ്മുടെ ഗ്ലാസ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഇത് പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇത് എപ്പോഴും നമ്മളൊരു തെർമോക്കോൾ, അത് ഏറ്റവും നല്ലതാണ്. തെർമോക്കോളിന്റെ അകത്ത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും പാക്ക് ചെയ്യാറുള്ളത്. സോ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ട്. അപ്പം ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടില്ല. ഓക്കെ, ഇത് വെച്ച് നമ്മൾ കവറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സൂപ്പർ സേഫ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് നമ്മൾ ഈ ബോക്സിലോട്ട് ഇടുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ ഡു ദാറ്റ്. പിന്നെ ഞാൻ പാക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിഷ്യൂ റാപ്പിംഗ് പേപ്പർ ആണ് കേട്ടോ. തീരെ കട്ടിയില്ലാത്ത, ഇത് ഞാൻ ആമസോണിൽ നിന്ന് എന്തോ വാങ്ങിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ദിസ് ഇസ് പിങ്ക് ഇൻ കളർ, നമ്മുടെ ബോക്സിനോട് മാച്ച് ചെയ്തിട്ടുള്ള കളറാണ്. പിന്നെ 20x20 ഇഞ്ചസ് ആണ് സൈസ്. ഇത് ഫസ്റ്റ് വെച്ചിട്ടാണ്, പിന്നെയാണ് നമ്മൾ തെർമോക്കോൾ വയ്ക്കുന്നത്. സോ വി ആർ ഗോണ ഡു ദാറ്റ്. അപ്പൊ ഗൈസ്, ഇത് എൻ്റെ ബ്രാൻഡിന്റെ സ്റ്റിക്കർ ആണ് കേട്ടോ. ഓക്കെ,
ഫഹ്മാസ് ക്രാഫ്റ്റ്സ്. ആൻഡ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഹേ ദിസ് വൺ ഇസ് ഫോർ യു. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ സ്പെഷ്യൽ ആക്കുമ്പം ഇത് വാങ്ങിക്കുന്ന ആൾക്ക് ഇറ്റ് വിൽ ബി എ സ്പെഷ്യൽ ഫീലിംഗ്. ഇതാണ് നമ്മൾ റിസീവറുടെ പേര് എഴുതുന്ന സ്ഥലം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ നമുക്കൊരു വെർസിറ്റാലിറ്റി കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി നൈസ് ഇൻ യുവർ ഗിഫ്റ്റിംഗ്. സോ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മളിനിവിടെ ആളെ പേര് എഴുതൂ കേട്ടോ. നമ്മൾ ബോക്സിൻ്റെ ഇവിടെ ഇട്ടിട്ട് ഗൈസ്, നമ്മൾ പാർസൽസൊക്കെ റെഡിയായി. ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി എൻ്റെ ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, ഇവിടെ ഫ്രജൈൽ എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ കൊറിയറുകാരൊന്നൊന്ന് ശ്രദ്ധിച്ചോളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചത്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ എൻ്റെ പാക്കിംഗ് വീഡിയോ, അതായത് സേഫ്റ്റി പാക്കിംഗ് വീഡിയോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും കമൻസിൽ പറയാം. പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ സീ യു ഓൾ ഇൻ ദ വീഡിയോ. ഐ ലവ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ലോട്ട്സ് ഓഫ് ലവ്. ബൈ ബൈ.